ഇന്നൊരു ഗ്രൂം ആവാട്ടോ. ഈ 2 ഡ്രസ്സ് ഇട്ടിട്ട്, സോറി ഇതൊരെണ്ണേ ഉള്ളൂ, ഒന്നും കൂടെ ഉണ്ട്. ഈ 2 ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് 2 ഫോട്ടോസ് എടുക്കാനുണ്ട്. ഈ വാം ലൈറ്റ് കാരണം എൻ്റെ വീഡിയോ ആകെ ഒരു വശപ്പശക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ സിറം നല്ലതാണ്, എൻ്റെ ഫേസിലെ പാടുകളെല്ലാം മായ്ച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഇതാ ഫേസ് സിറൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്. ലിപ് ബാം പിന്നെ ആദ്യം ഇട്ടു, അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇത് പട്ടിഷോ ആണെന്ന് കരുതണ്ട, പക്ഷേ പട്ടിഷോ ആണ്. നമ്മുടെ ഹെവി മേക്കപ്പിലോട്ട് കിടക്കാട്ടോ. എൻ്റെ ഫേസ് കണ്ടോ ക്ലിയർ ആയി വരുന്നത്. കുറച്ച് ഗ്ലോ ആണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത്. സോ നമ്മുടെ സ്ട്രോ ക്രീം അങ്ങോട്ട് ഊറ്റിയെടുക്കാം. ഇതിന്റെ ശ്വാസമൊക്കെ എന്നേ പോയിട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ശ്വാസം കൊടുക്കാൻ പറ്റുമോ ഒരു ഭാഗ്യത്തിന് ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ഉള്ളോണ്ട് ഓണം പോലെ ആഹാ നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങാട്ടോ. അങ്ങനെ അപ്പു വന്നോ ഇല്ലയെന്ന് ഓടിപ്പോയി നോക്കുകയാണ്. വന്നതുപോലെ തോന്നി, കാരണം അവൻ വീട്ടിൽ കയറുന്ന മുന്നേ എനിക്ക് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഫോട്ടോ എടുത്ത് തരില്ല. വീട്ടിൽ കയറിയ പിന്നെ നാളെ നീളം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാന്നുള്ളത്. ഇതെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ഷോപ്പിംഗ് ഇനി ചെയ്യില്ല എന്ന് കരുതും, അത്രത്തോളം എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ. പക്ഷെ അങ്ങ് ദൂരെ നയിക്കുന്ന നാളെ കൂടി കൺപീലി കൊണ്ട് വിടർത്തി എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കൺപീലി വിടർത്തുമ്പോൾ മൊത്തത്തിൽ കൺപീലി കൊണ്ട് വിടർന്നു പോകരുത്. കണ്ണിന് മുകളിലൊക്കെ ചിലപ്പോൾ തേച്ചാലും മച്ചാലും പോകാത്തൊരു കോലത്തിലെ കൈ പോവും. സോ ഒന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഹെവി മേക്കപ്പ്. കാരണവന്മാരുടെ കൃപ കൊണ്ട് ഹെയറൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ മെനക്കിട്ട് ഹെയർ സ്റ്റൈലൊന്നും ശരിയായിട്ട് നിന്നില്ല. നേരെ ഫോട്ടോ എടുക്കാനൊക്കെ താഴേക്ക് ഇറങ്ങി. പേരും മഴ. എനിക്ക് ഭാഗ്യമുള്ളത് കാരണം ഇങ്ങനെയാണ് ചില സന്ദർഭങ്ങളൊക്കെ. സോ ഡ്രസ്സൊക്കെ മാറ്റി കുറേ നേരം നിന്ന് നോക്കി. അവസാനം മഴ ആസ്വദിക്കുക എന്നല്ലാണ്ട് എനിക്ക് വേറെ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കെട്ടി ഒരുങ്ങി, ഇനി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഫോട്ടോ എടുക്കും.